വാഷിംഗ്ടണിൽ ആദ്യത്തെ ടെലിഫോൺ എത്തുന്നതിനും ഒരു വർഷം മുമ്പ് അവിടെ ഒരു പത്രം 6000 കോപ്പി അച്ചടിച്ച് പുറത്തിറങ്ങി. 1877 ഡിസംബർ 6 അസ്വസ്ഥമായിരുന്ന അമേരിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനത്ത് 4 പേജുമായി പുറത്തിറങ്ങിയ ആ പത്രം ആദ്യ ദിവസം വിറ്റുപോയത് 75 കോപ്പികൾ മാത്രമാണ്. ആദ്യ മാസം വിറ്റത് പ്രതിദിനം 1000 കോപ്പിയിൽ താഴെ. വാഷിംഗ്ടൺ DC അന്ന് ഇന്നത്തെ പോലെ ആഗോള രാഷ്ട്രീയ കേന്ദ്രമായിരുന്നില്ല. എത്രമാത്രം ബ്യൂറോക്രാറ്റിക് ആകാമോ അത്രമാത്രം ബ്യൂറോക്രാറ്റിക്കായ പ്രധാന വീഥികളിലെല്ലാം ചെളി നിറഞ്ഞ അപൂർണമായ ഒരു നഗരമാണ്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ സ്ഥാപകനായ സ്റ്റിൽസൺ ഹച്ചിൻസ് പുലിറ്റ്സർ പുരസ്കാരങ്ങൾ സ്വപ്നം കണ്ടോ ലോകം മാറ്റാനുള്ള അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിനു വേണ്ടിയല്ല പത്രം തുടങ്ങിയത്. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ ലോബികളിൽ തന്റെ പ്രസക്തിയും അതിജീവനവും സാധ്യമാക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അന്ന് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ആദ്യ ലക്കങ്ങൾ വായിച്ച ആരും കരുതിയിട്ടുണ്ടാകില്ല ഈ പത്രം എന്നെങ്കിലും ഒരു പ്രസിഡന്റിനെ താഴെയിറക്കുമെന്നോ അമേരിക്കയുടെ രഹസ്യ യുദ്ധങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നോ പ്രസ് ഫ്രീഡം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റി എഴുതുമെന്നോ എന്നല്ല. ദ പോസ്റ്റിന്റെ ആദ്യത്തെ 10 വർഷത്തിനുള്ളിൽ തന്നെ സ്റ്റിൽസൺ ഹച്ചിൻസ് പണിമതിയാക്കി പത്രം വിറ്റ് പുറത്തുപോയി. പിന്നെയും ഉടമസ്ഥാവകാശം മാറിക്കൊണ്ടിരുന്നു. എഡിറ്റർമാർ വന്നുപോയി. വാഷിംഗ്ടണിൽ അന്ന് രാഷ്ട്രീയം നന്നായി കൈകാര്യം ചെയ്യുന്ന മറ്റു പത്രങ്ങളുണ്ട്. എങ്കിലും ദ പോസ്റ്റിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു: അധികാര കേന്ദ്രങ്ങളുമായുള്ള സാമീപ്യം. അമേരിക്കൻ കോൺഗ്രസ് അവരുടെ പത്രം ഓഫീസിന്റെ തൊട്ടടുത്താണ്. റോഡ് മുറിച്ചു കടന്നാൽ വൈറ്റ് ഹൗസായി. ഫെഡറൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ന്യൂസ് റൂമിന് തൊട്ടടുത്താണ് നടക്കുന്നത്. പതുക്കെ ദ പോസ്റ്റ് അതിന്റെ നിയോഗം മനസ്സിലാക്കി. അധികാരത്തിലിരിക്കുന്നവരെ നിരീക്ഷിക്കുക. വാച്ച് ദ വാച്ചേഴ്സ്. 1880 പത്രത്തിന്റെ കോപ്പികൾ പ്രതിദിനം 10000 എന്ന നേട്ടത്തിലെത്തി. അത് വാഷിംഗ്ടൺ സ്റ്റാറുമായി മത്സരിച്ചു. 1889 ഫ്രാങ്ക് ഹാറ്റൺ, ബെറിയ വിൽക്കിൻസ് എന്നിവർ പത്രം സ്വന്തമാക്കി. 1905 സിൻസിനാറ്റി എൻക്വയറർ ഉടമ ജോൺ ആർ മക്ലീൻ പത്രം വാങ്ങി. പ്രതിദിന സർക്കുലേഷൻ 40000 വർദ്ധിച്ചു. 1916 മക്ലീൻ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ എഡ്വേർഡിന്റെ കീഴിൽ പത്രത്തിന്റെ നിലവാരം കുറഞ്ഞ താഴെ പോയി. 1933 പത്രം പാപ്പർ ഹർജി നൽകി. മുൻ ഫെഡ് ചെയർമാൻ യൂജിൻ മേയർ $8,25,000 പത്രം വാങ്ങി. ഇക്കാലത്ത് 50,000 കോപ്പിയാണ് പ്രതിദിന സർക്കുലേഷൻ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോഴേക്കും പത്രം ദേശീയ ശ്രദ്ധയിലേക്ക് വന്നെങ്കിലും 1930കളുടെ തുടക്കത്തിൽ ദ വാഷിംഗ്ടൺ പോസ്റ്റ് പിന്നെയും തകർച്ചയുടെ വക്കിലായി. അമേരിക്കയിലെ ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്ത് പത്രത്തിന്റെ വരുമാനം കുത്തനെ ഇടിഞ്ഞ് 1933 കമ്പനി പൊതുലേലത്തിന് വെക്കുന്നത് വരെ എത്തി. ദി പോസ്റ്റിന്റെ ചരിത്രത്തിലെ ഐതിഹാസികനായ യൂജിൻ മേയർ കടന്നുവരുന്നത് അപ്പോഴാണ്. മേയർ ജേർണലിസ്റ്റ് ആയിരുന്നില്ല, ഫിനാൻസിയറും രാഷ്ട്രീയക്കാരനുമായിരുന്നു. മേയർ പത്രം വാങ്ങിയപ്പോൾ അമേരിക്കക്കാർ കരുതിയത് സ്വന്തം രാഷ്ട്രീയ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു തമാശ മാത്രമാണെന്നാണ്. അത് തെറ്റായിരുന്നു. മേയർ പത്രത്തെ സമ്പന്നമാക്കിയില്ല, പക്ഷേ അതിനെ സത്യസന്ധമാക്കി. കാലക്രമേണ ആ സത്യസന്ധത പത്രത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയായി മാറി. 1960 അദ്ദേഹത്തിന്റെ കീഴിൽ പ്രതിദിനം 4 ലക്ഷമാണ് പത്രത്തിന്റെ സർക്കുലേഷൻ. 1963 യൂജിൻ മേയർ പത്രത്തിന്റെ നിയന്ത്രണം മകൾ കാതറിൻ ഗ്രഹാമിന് കൈമാറി. പത്രം നടത്തുമെന്ന് ഒരിക്കലും വിചാരിക്കാത്ത, ആദ്യമൊക്കെ ആ ആശയത്തിൽ ഭയപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു കാതറിൻ. അതേസമയം തന്നെ അസാമാന്യമായ കരുത്തും അവർക്കുണ്ടായിരുന്നു. ആദ്യം വാൾസ്ട്രീറ്റും രാഷ്ട്രീയക്കാരും അവരെ സംശയിച്ചു. പുരുഷാധിപത്യമുള്ള പത്ര മാനേജ്മെന്റിൽ അവർ പരാജയപ്പെടുമെന്ന് പലരും കരുതി. എന്നാൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പബ്ലിഷർമാരിൽ ഒരാളായി പിന്നീട് അവർ മാറി. 1971 വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഗതി നിർണയിച്ച ആദ്യത്തെ വലിയ സ്കൂപ്പ് എത്തി. അമേരിക്കൻ ഗവൺമെന്റ് പെന്റഗൺ പേപ്പേഴ്സ് എന്നറിയപ്പെടുന്ന ക്ലാസിഫൈഡ് ഡോക്യുമെന്റുകൾ പ്രസിദ്ധീകരിക്കുന്നത് തടയാൻ ശ്രമിക്കുന്ന കാലമാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക നടത്തിയ ക്രൂരതകളാണ് പെന്റഗൺ പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നത്. ദ ന്യൂയോർക്ക് ടൈംസ് ആണ് ഇതാദ്യം പ്രസിദ്ധീകരിച്ചത്. നിക്സൺ ഭരണകൂടം പ്രസിദ്ധീകരണം തടയാൻ കോടതിയെ സമീപിച്ചു. പന്ത് ദ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ കോർട്ടിലെത്തി. കാതറിൻ ഗ്രഹാം തന്റെ എഡിറ്റർമാരോട് ചോദിച്ചു, നമ്മൾ ഇത് പ്രസിദ്ധീകരിക്കണോ? പ്രസിദ്ധീകരിച്ചാൽ കമ്പനി നിയമക്കുരുക്കുകളിൽ അടച്ചുപൂട്ടേണ്ടി വന്നേക്കാം. പത്രം പബ്ലിക് ലിസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയമായിരുന്നു അത്. ഗവൺമെന്റിനെ എതിർത്താൽ ജയിൽ ശിക്ഷയോ പാപ്പരത്ത ഹർജിയോ വേണ്ടിവരാമെന്ന് ഉദ്യോഗസ്ഥർ ഗ്രഹാമിന് മുന്നറിയിപ്പ് നൽകി. കാതറിൻ ഗ്രഹാം അത് ശ്രദ്ധിച്ചു. എന്നിട്ട് യൂജിൻ മേയറുടെ മകൾ പറഞ്ഞു, യെസ്. പത്രം പെന്റഗൺ പേപ്പേഴ്സ് പ്രസിദ്ധീകരിച്ചു. സുപ്രീം കോടതി മാധ്യമങ്ങൾക്ക് അനുകൂലമായി വിധിച്ചു. ആ നിമിഷം ദ വാഷിംഗ്ടൺ പോസ്റ്റ് ഒരു സാധാരണ പത്രത്തിൽ നിന്ന് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ നെടുംതൂണായി മാറി. ഒരു വർഷത്തിന് ശേഷം ചരിത്രം വീണ്ടും പോസ്റ്റിന്റെ വാതിലിൽ മുട്ടി. വാട്ടർഗേറ്റ് കോംപ്ലക്സിലെ ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി ആസ്ഥാനത്ത് നടന്ന ഒരു നിസ്സാര മോഷണ കേസ് പോസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2 യുവ റിപ്പോർട്ടർമാർ, ബോബ് വുഡ്വേർഡ്, കാൾ ബെൻസ്റ്റീൻ, ഇരുവരും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. എക്സിക്യൂട്ടീവ് എഡിറ്റർ ബെഞ്ചമിൻ ബ്രാഡ്ലി ഈ ചെറിയ മോഷണ കേസിൽ മറ്റെന്തോ ഉണ്ടെന്ന് കണ്ടിരുന്നു. കാതറിൻ ഗ്രഹാം അവർക്ക് സംരക്ഷണം നൽകി. ആ അന്വേഷണം എത്തിയത് വൈറ്റ് ഹൗസിലേക്കാണ്. വാട്ടർഗേറ്റ് വിവാദത്തിന്റെ തുടക്കമായിരുന്നു അത്.
2 വർഷത്തിനുള്ളിൽ നിക്സൺ ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും അധികാര ദുർവിനിയോഗവും പത്രം പുറത്തുകൊണ്ടുവന്നു. 1974 ഓഗസ്റ്റിൽ നിക്സൺ രാജിവെച്ചു. വാഷിംഗ്ടൺ പോസ്റ്റും കാതറിൻ ഗ്രഹാമും തലയുയർത്തി നിന്നു. പത്രം നിരവധി പുലിറ്റ്സർ പ്രൈസുകൾ നേടി. പ്രതിദിന സർക്കുലേഷൻ 5,60,000-വും സൺഡേ സർക്കുലേഷൻ 8 ലക്ഷവുമായി ഉയർന്നു. 1996-ൽ പോസ്റ്റ് അവരുടെ ഡിജിറ്റൽ എഡിഷൻ ആരംഭിച്ചു. 1980 മുതൽ 2000 വരെയുള്ള കാലം ടെലിവിഷനും ഇന്റർനെറ്റും മാധ്യമ മേഖലയെ മാറ്റിമറിച്ചപ്പോൾ തങ്ങളുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ എങ്ങനെ മാറാം എന്ന വെല്ലുവിളിയാണ് പോസ്റ്റ് നേരിട്ടത്. പത്രത്തിന് പല തെറ്റുകളും സംഭവിച്ചു. മത്സരം കഠിനമായി. പ്രതിദിന സർക്കുലേഷൻ 7 ലക്ഷം കോപ്പികളിൽ നിന്ന് 5.5 ലക്ഷമായി കുറഞ്ഞു. എന്നിട്ടും ദ പോസ്റ്റ് ശക്തമായി നിന്നു. അബു ഗാരിബ് തടവറയിലെ പീഡനങ്ങളും CIA-യുടെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലെ ചതിക്കുഴികളും അവർ പുറത്തു കൊണ്ടുവന്നു. സെപ്റ്റംബർ 11 ആക്രമണ സമയത്തും അവരുടെ പത്രപ്രവർത്തകർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു. ലോകം മാറിയത് ആദ്യം രേഖപ്പെടുത്തിയത് ആ പത്രമാണ്. സെപ്റ്റംബർ 11 കഴിഞ്ഞ് അടുത്ത വർഷം പത്രത്തിന്റെ പ്രതിദിന സർക്കുലേഷൻ 8 ലക്ഷവും സൺഡേ സർക്കുലേഷൻ 1 മില്യണുമായി. ഇതിനിടെ നിരവധി ശത്രുക്കളെയും വാഷിംഗ്ടൺ പോസ്റ്റ് സമ്പാദിച്ചിരുന്നു. 2010-ൽ പത്രത്തിന്റെ ബിസിനസ് മോഡൽ തകർന്നു തുടങ്ങി. സാമ്പത്തിക ബാധ്യത കുമിഞ്ഞുകൂടിയതോടെ തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന ന്യൂസ് വീക്ക് അവർ വിറ്റു. പരസ്യവരുമാനം കുറഞ്ഞു. ഗൂഗിളും ഫേസ്ബുക്കും ഡിജിറ്റൽ പരസ്യങ്ങൾ കൈക്കലാക്കി. പത്രപ്രവർത്തനം ശക്തമായിരുന്നെങ്കിലും സാമ്പത്തിക ഭാവി അനിശ്ചിതത്വത്തിലായി. നാം ഇന്ന് കാണുന്ന പ്രതിസന്ധികളുടെ തുടക്കമാണിത്. ഇനിയാണ് ആ മഹത്തായ പത്രത്തിന്റെ വീഴ്ചയുടെ കഥ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. 2013 ഓഗസ്റ്റ് മാസം ലോകത്തിന്റെ പത്രമുത്തശ്ശി, അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ അവസാന വാക്ക്, പെന്റഗൺ പേപ്പേഴ്സും വാട്ടർഗേറ്റും 20-ാം നൂറ്റാണ്ടിലെ ധാർമ്മിക കൊടുങ്കാറ്റുകളും അതിജീവിച്ച പത്രം $25 കോടി ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് വാങ്ങി. ജെഫ് ബെസോസിന് 12.7% വോട്ടിംഗ് പവറുള്ള നാഷ് ഹോൾഡിംഗ്സിലൂടെയാണ് ഡീൽ യാഥാർത്ഥ്യമായത്. ബെസോസിന് ഈ തുക വെറും ചില്ലറ തൊട്ടാണ്. അക്കാലത്തെ നെറ്റ്വർത്തിന്റെ 1% താഴെ മാത്രം. എന്നാൽ ഈ ഡീൽ ദി പോസ്റ്റിന്റെ ന്യൂസ് റൂമിന് ഒരു ഭൂകമ്പമായി. അധികാര കേന്ദ്രങ്ങളെ അവിശ്വസിക്കാനാണ് പോസ്റ്റിലെ ജേർണലിസ്റ്റുകൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവർ അതിനെ ചോദ്യം ചെയ്യുകയും തുറന്നുകാട്ടുകയും പ്രതിരോധിക്കുകയും ചെയ്തു. ഇപ്പോൾ ചെറിയ മന്ദഹാസത്തോടെ സിലിക്കൺ വാലി അവരുടെ ന്യൂസ് റൂമിലെത്തി. തങ്ങൾ രക്ഷിക്കപ്പെട്ടോ അതോ കീഴടക്കപ്പെട്ടോ എന്ന് ആർക്കും നിശ്ചയമില്ലായിരുന്നു. 2013 സെപ്റ്റംബർ 4-ന് ബെസോസ് ആദ്യമായി പോസ്റ്റിന്റെ ജേർണലിസ്റ്റുകളെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം ഡിസ്റപ്ഷനെക്കുറിച്ചോ അൽഗോരിതങ്ങളെക്കുറിച്ചോ സംസാരിച്ചില്ല. പകരം സമയത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാം, അതേസമയം ലോ പ്രൊഫൈലായിരിക്കാം. അതൊരു അതിജീവന തന്ത്രമാണ്. എന്നാൽ അത് ആത്യന്തികമായി നിങ്ങൾ അപ്രസക്തമായി പോകുന്നതിലേക്കോ വംശനാശത്തിലേക്കോ നയിക്കും. വർഷങ്ങളായി ശ്വാസം മുട്ടിക്കൊണ്ടിരുന്ന വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ന്യൂസ് റൂമിലേക്ക് ആ വാക്കുകൾ ഓക്സിജൻ പോലെയായി. ബെസോസിന്റെ രീതി ഒരു റെയ്ഡർ ആയിരുന്നില്ല, പ്രൈവറ്റ് ഇക്വിറ്റി ബുച്ചറുമല്ല. മൗലികമായ പ്രശ്നം മനസ്സിലാക്കിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹമെന്ന് പത്രപ്രവർത്തകർക്ക് തോന്നി. ആ നിമിഷം പ്രതീക്ഷ തിരിച്ചു വന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ പോസ്റ്റിലേക്ക് പണമൊഴുകി. കൂടുതൽ റിപ്പോർട്ടർമാരെ നിയമിച്ചു. ബ്യൂറോകൾ വിപുലീകരിച്ചു. എഞ്ചിനീയർമാർ എഡിറ്റർമാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സൗകര്യങ്ങൾ ഒരുക്കി. പഴയ സിസ്റ്റങ്ങൾക്ക് പകരം വേഗതയേറിയതും വൃത്തിയുള്ളതുമായ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നിലവിൽ വന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് വീണ്ടും ഒരു ജീവനുള്ള വസ്തുവിനെ പോലെ ചലിക്കാൻ തുടങ്ങി. ഇടനാഴികളിൽ ആത്മവിശ്വാസം നിറഞ്ഞു. മീറ്റിംഗുകളിൽ ചിരി പടർന്നു. ഭാവി തങ്ങളുടേതായിരിക്കാം എന്ന അപകടകരവും മനോഹരവുമായ തോന്നൽ അവിടെ ഉണ്ടായി. എല്ലായ്പ്പോഴും ബെസോസ് പത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. ആ സംയമനം പ്രധാനമാണ്. പത്രപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം വെറും ആനുകൂല്യമല്ല, പ്രാണവായുവാണ്. ബെസോസ് വാർത്താ കവറേജിൽ ഇടപെട്ടില്ല. വിശ്വസ്തതയോ അനുസരണയോ ആവശ്യപ്പെട്ടില്ല. പാതിരാത്രിയിൽ എഡിറ്റർമാരെ വിളിച്ചില്ല. സ്ഥാപനത്തിന് അതിന്റെ രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം സ്വാതന്ത്ര്യം നൽകി. ആ വിശ്വാസം തിരിച്ചു നൽകപ്പെട്ടു. വാഷിംഗ്ടൺ പോസ്റ്റ് കൂടുതൽ മൂർച്ചയുള്ളതും വേഗതയുള്ളതും ആക്രമണാത്മകവുമായി മാറി. ആത്മാവ് നഷ്ടപ്പെടുത്താതെ തന്നെ അത് ഡിജിറ്റൽ യുഗത്തിൽ സ്വന്തം ശബ്ദം കണ്ടെത്തി. റിപ്പോർട്ടർമാർ പുതിയ ആവേശത്തോടെ വാർത്തകൾ തേടി. എഡിറ്റർമാർ ഇമ്പാക്റ്റിനായി സമ്മർദ്ദം ചെലുത്തി. ഇൻവെസ്റ്റിഗേഷനുകൾ ഇടിമുഴക്കം പോലെ വന്നു. പുലിറ്റ്സർ പുരസ്കാരങ്ങൾ പിന്നെയും പോസ്റ്റിന്റെ ഷെൽഫുകളിലേക്കെത്തി. അത് പത്രം ഇപ്പോഴും പ്രസക്തമാണ് എന്നതിന്റെ തെളിവായിരുന്നു. അങ്ങനെ പോകുമ്പോൾ 2016-ൽ ഡൊണാൾഡ് ട്രംപ് വന്നു. ആധുനിക കാലത്തെ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ മീഡിയ എക്കോസിസ്റ്റത്തെ ഇത്ര ശക്തമായും ലാഭകരമായും മാറ്റിമറിച്ച മറ്റൊരു നേതാവില്ല. അയാളുടെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണകാലം മാധ്യമങ്ങൾക്ക് ചാകരയായിരുന്നു, പ്രത്യേകിച്ച് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വാഷിംഗ്ടൺ പോസ്റ്റ് പോലൊരു പത്രത്തിന്. ട്രംപ് മനുഷ്യരൂപത്തിലുള്ള അരാജകത്വമായിരുന്നു. അയാളുടെ ഓരോ ട്വീറ്റും ഒരു മുന്നറിയിപ്പായി. ഓരോ തിരഞ്ഞെടുപ്പ് റാലിയും ഓരോ കാഴ്ചയായി. വാർത്താ സ്ഥാപനങ്ങൾക്ക് ട്രംപ് ഒരു ജേർണലിസ്റ്റിക് എമർജൻസിയും ബിസിനസ് അത്ഭുതവുമായിരുന്നു. വെബ്സൈറ്റ് ട്രാഫിക് കുതിച്ചുയർന്നു. സബ്സ്ക്രിപ്ഷനുകൾ വർദ്ധിച്ചു. എൻഗേജ്മെന്റ് മാനം മുട്ടി.
വാഷിംഗ്ടൺ പോസ്റ്റിന് ഈ സമയം അത്യന്തം അനുയോജ്യമായി. ന്യൂസ് റൂമിന് ആവശ്യമായ വിഭവങ്ങളുണ്ട്, പ്രതിഭകളുണ്ട്, വാട്ടർഗേറ്റിന്റെ ഓർമ്മകളുണ്ട്. ട്രംപിനെ കവർ ചെയ്യുന്നത് വെറും വാർത്ത മാത്രമായിരുന്നില്ല, അതൊരു നിയോഗമായിരുന്നു. പോസ്റ്റിന്റെ സ്ലോഗനായ ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ് അതിന്റെ ദൗത്യമായി മാറി. വായനക്കാർ പ്രതികരിച്ചു. ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷനുകൾ 10,000-ങ്ങളിൽ നിന്ന് ദശലക്ഷങ്ങളിലേക്ക് ഉയർന്നു. 2023 പോസ്റ്റ് 25 ലക്ഷം ഡിജിറ്റൽ വരിക്കാരിലെത്തി. ഒരു പതിറ്റാണ്ട് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഖ്യയായിരുന്നു അത്. ട്രംപ് അമേരിക്കയുടെ ജനാധിപത്യ മനസ്സിനെ മുറിവേൽപ്പിച്ചിടത്തോളം പോസ്റ്റ് തഴച്ചു വളർന്നു. ന്യൂസ് റൂം വികസിച്ചു. പത്രം പ്രസക്തി തെളിയിച്ചെങ്കിലും അത് ശാശ്വതമായിരുന്നില്ല. ട്രംപിന്റെ കാലത്തെ പോസ്റ്റിന്റെ വളർച്ച ബിസിനസ് മോഡലിന്റെ വിജയമല്ല, അത് അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള പ്രതികരണമാണ്. രോഷം, ഭയം, പൗരബോധം എന്നിവ ശക്തമായ ചാലകശക്തികളാണ്. അവ ശാശ്വതമല്ല. വീണ്ടും പഴയ ചോദ്യങ്ങൾ അവശേഷിച്ചു. ഈ അടിയന്തരാവസ്ഥ അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രേക്ഷകർ ശാന്തരാകുമ്പോൾ അടുത്ത വഴി എന്താണ്? ആ ചോദ്യങ്ങൾ മാറ്റിവെക്കപ്പെട്ടു. ആരും ഉത്തരം നൽകിയില്ല. ബെസോസ് അപ്പോഴും അകലം പാലിച്ചു. ഒരു ഉടമ എന്ന നിലയിൽ ജെഫ് ബെസോസിന്റെ ആദ്യകാലത്തെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യമായിരുന്നു. അധികം വൈകാതെ ട്രംപ് യുഗവും അവസാനിച്ചു. ട്രംപ് പടിയിറങ്ങുമ്പോൾ രാഷ്ട്രീയ വാർത്തകൾക്ക് ചൂടാറി. ട്രാഫിക്കും സബ്സ്ക്രിപ്ഷനുകളും എൻഗേജ്മെന്റും ഇടിഞ്ഞു. ന്യൂസ് റൂമിലെ അഡ്രിനാലിൻ പോയി. എല്ലാത്തിനും മീതെ ലാഭനഷ്ട കണക്കുകൾക്ക് വീണ്ടും പ്രാധാന്യം ലഭിച്ചു. ഇവിടെയാണ് മുതലാളി തൊഴിലാളി ബന്ധത്തിൽ ആദ്യത്തെ വിള്ളലുകൾ വീണത്. ആരെയും പിരിച്ചുവിടില്ലെന്നും അത് പത്രത്തെ വംശനാശത്തിലേക്ക് നയിക്കുമെന്നും ബെസോസ് ഒരിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ പോസ്റ്റ് മറ്റൊരു ചോദ്യത്തെയാണ് നേരിട്ടത്. എത്രത്തോളം നഷ്ടം സഹിക്കാൻ ജെഫ് ബെസോസ് തയ്യാറാണ്? ചെലവ് കൂടുകയും വളർച്ച കുറയുകയും ചെയ്തപ്പോൾ ഏത് മുതലാളിയുടെയും ശുഭാപ്തി വിശ്വാസം അക്ഷമയായി മാറും. പത്രപ്രവർത്തനത്തെക്കുറിച്ച് ആദർശാധിഷ്ഠിതമായി സംസാരിച്ചിരുന്ന ബെസോസ് സാവധാനം ഒരു ബാലൻസ് ഷീറ്റ് പരിശോധിക്കുന്ന മനുഷ്യനെ പോലെ സംസാരിച്ചു. 2023 ആയപ്പോഴേക്കും വാഷിംഗ്ടൺ പോസ്റ്റ് തങ്ങളുടെ മിഥ്യാധാരണകളിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. ആ വർഷം $77 മില്യൺ ആയിരുന്നു പത്രത്തിന്റെ നഷ്ടം. ഈ സംഖ്യ പ്രധാനമാണ്. ഇത് ജെഫ് ബെസോസിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ടല്ല, ഒരു വലിയ സൂചന നൽകിയതുകൊണ്ടാണ്. ഈ ബിസിനസ് ഇങ്ങനെ പോയാൽ സസ്റ്റൈനബിൾ ആകാൻ പോകുന്നില്ല. 2024 നഷ്ടം $100 മില്യൺ ആയി. ഒരിക്കൽ അവസാനമില്ലാത്ത പിന്തുണ വാഗ്ദാനം ചെയ്ത ബെസോസിന് ഇത് പരീക്ഷണ ഘട്ടമായി. വ്യക്തമായ ആസൂത്രണമില്ലാതെ പണം നശിപ്പിക്കുന്ന സ്ഥാപനം മാത്രമായി അദ്ദേഹത്തിന് വാഷിംഗ്ടൺ പോസ്റ്റ്. ആധുനിക മാധ്യമ ലോകത്ത് അതിജീവനത്തിന് ഒരേയൊരു വഴിയേയുള്ളൂ: കട്ട്സ് എന്ന വെട്ടിക്കുറയ്ക്കലുകൾ. ബെസോസ് വന്ന ശേഷം നടന്ന ആദ്യത്തെ വെട്ടിക്കുറയ്ക്കലുകൾ സൗമ്യമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. 2023 വാഷിംഗ്ടൺ പോസ്റ്റ് വോളണ്ടറി ബൈഔട്ട്സ് പ്രഖ്യാപിച്ചു. പിരിച്ചുവിടൽ നോട്ടീസുകളോ പരസ്യമായ ബഹളങ്ങളോ ഇല്ല. ദീർഘകാലമായി ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റുകൾക്ക് മാന്യമായ രീതിയിൽ പിരിഞ്ഞു പോകാനുള്ള ഇമെയിലുകൾ മാത്രം. പത്രത്തിന്റെ അവസ്ഥയറിയാവുന്ന മിക്ക മുതിർന്ന ജേർണലിസ്റ്റുകളും അത് സ്വീകരിച്ചു. 2025 അടുത്ത ഘട്ടം വന്നു. ഓരോ ബൈഔട്ട്സ് കഴിയുമ്പോഴും പകരം വെക്കാനില്ലാത്ത ഒന്ന് പടിയിറങ്ങിപ്പോയി: ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറി. പോസ്റ്റിന്റെ ജീവനക്കാർ ജീവിക്കുന്ന ചരിത്ര രേഖകളാണ്. വാർത്തകൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ പോരാടിയെന്നും വാർത്താ സോഴ്സുകളെ എങ്ങനെ സംരക്ഷിച്ചുവെന്നും അധികാരം വേട്ടയാടുമ്പോൾ എങ്ങനെ പ്രതിരോധിച്ചു എന്നും ഓർമ്മയുള്ളവർ. ജീവനക്കാരുടെ എണ്ണം 1000-ൽ നിന്ന് 800-ൽ താഴെയായപ്പോൾ ന്യൂസ് റൂം ശാന്തമായി. മേശകൾ ഒഴിഞ്ഞു, ഇടനാഴികൾ നിശബ്ദമായി, ഡെഡ്ലൈൻ തിരക്കുകൾക്കിടയിലെ ചിരികളില്ലാതായി. ഓരോ മീറ്റിംഗും ഓരോ പ്ലാനും താൽക്കാലികമായി തോന്നി. ഓരോ ജേർണലിസ്റ്റും ആ സത്യം മനസ്സിലാക്കി: ബൈഔട്ട്സ് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ബൈഔട്ട്സ് പരാജയപ്പെടുമ്പോൾ അടുത്തത് ലേ ഓഫ് എന്ന പിരിച്ചുവിടലാണ്. എല്ലാവർക്കും അതറിയാം, എപ്പോഴാണെന്ന് മാത്രം അറിയില്ലായിരുന്നു. ആ നിമിഷം മുന്നറിയിപ്പില്ലാതെ എത്തി. 2025 തുടക്കത്തിൽ ന്യൂസ് റൂം ജീവനക്കാർക്ക് ഒരു ചെറിയ ഇമെയിൽ ലഭിച്ചു. വിശദാംശങ്ങളില്ല, ഉറപ്പുകളില്ല, ഒരു നിർദ്ദേശം മാത്രം: ഇന്ന് ജോലിക്ക് വരണ്ട, വീട്ടിലിരുന്ന് ഒരു സൂം കോളിൽ ലോഗിൻ ചെയ്യുക. ജേർണലിസ്റ്റുകൾക്ക് സൂചനകൾ മനസ്സിലാകും, ഇതിന് വിവർത്തനം ആവശ്യമില്ല. മാനേജ്മെന്റ് ഈ നീക്കത്തെ ബ്രോഡ് സ്ട്രാറ്റജിക് റീസെറ്റ് എന്ന് വിളിച്ചു. ചരിത്രം ഇതിനെ മറ്റൊന്നായിട്ടായിരിക്കും വിശേഷിപ്പിക്കുക. 300-ലധികം ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടു. ദശകങ്ങളായി മാധ്യമരംഗത്തെ തകർച്ച കണ്ട് ശീലിച്ച മുതിർന്ന ജീവനക്കാരെ പോലും പത്രത്തിലെ പല സെക്ഷനുകളും നിർത്തലാക്കി. ഒരിക്കൽ പത്രത്തിന്റെ ജീവശ്വാസമായിരുന്ന സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് അടച്ചുപൂട്ടി. വായനക്കാരില്ലാത്തതുകൊണ്ടല്ല, മാനേജ്മെന്റിന്റെ പുതിയ കാഴ്ചപ്പാടിൽ അത് ഒത്തുപോകാത്തതുകൊണ്ട്. സ്പോർട്സിനെ ഇനിയും കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന നിലയിൽ കൈകാര്യം ചെയ്യുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളുടെ ആത്മാവായ മെട്രോ ഡെസ്ക് വെറും 12 റിപ്പോർട്ടർമാരിലേക്ക് ചുരുങ്ങി. ഒരിക്കൽ വാട്ടർഗേറ്റ് വിവാദം പുറത്തു കൊണ്ടുവന്ന നഗരം കവർ ചെയ്യാൻ വെറും 12 പേർ. വിദേശ ബ്യൂറോകൾ 20-ൽ നിന്ന് 12 കുറച്ചു. ലോകത്തെ കാണാൻ കുറച്ച് കണ്ണുകൾ മാത്രം. അമേരിക്കൻ അധികാരം പ്രയോഗിക്കപ്പെടുന്ന ഇടങ്ങളിൽ കുറഞ്ഞ സാന്നിധ്യം. ബുക്ക് സെക്ഷനും ലിറ്ററേച്ചറും അപ്രത്യക്ഷമായി. പ്രശസ്തമായ പോസ്റ്റ് റിപ്പോർട്ട്സ് പോഡ്കാസ്റ്റ് നിർത്തി. അച്ചടിച്ച പത്രം രൂപത്തിലും ഉള്ളടക്കത്തിലും മെലിഞ്ഞു.
ആഴത്തിൽ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങൾ വെറും ചെറിയ കുറിപ്പുകളായി മാറി, അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതായി. ഡെയിലി പ്രിന്റ് സർക്കുലേഷൻ 100,000-ന് താഴെയായി. അമേരിക്കൻ ജേർണലിസത്തെ നിർവചിച്ച പത്രത്തിന് ഈ സംഖ്യ ക്രൂരമായ തമാശയാണ്. കൊള്ളാവുന്നൊരു കോളേജ് മാഗസിനേക്കാൾ കുറഞ്ഞ വായനക്കാർ. ഒരു വലിയ പത്രം ഒരു എക്കോസിസ്റ്റം തന്നെയാണ്. അതിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റുമ്പോൾ തായ്തടി ദുർബലമാകും. വാഷിംഗ്ടൺ പോസ്റ്റിനും സംഭവിച്ചത് ഇതുതന്നെയാണ്. പോസ്റ്റിന്റെ തകർച്ചയിലേക്ക് ആഴത്തിൽ പോകുമ്പോൾ ബെസോസിന് മാത്രമല്ല അബദ്ധങ്ങൾ സംഭവിച്ചതെന്ന് വ്യക്തമാണ്. പത്രത്തിന്റെ പബ്ലിഷർമാരും ചില എഡിറ്റർമാരും തകർച്ചയ്ക്ക് വേഗം കൂട്ടിയവരാണ്. ബെസോസ് വാങ്ങിയ ശേഷം 2014 ദി പോസ്റ്റിന്റെ പബ്ലിഷറായ ഫ്രെഡ് റയാൻ വലിയ വളർച്ചയുണ്ടാക്കിയെന്നത് നേരാണ്. എന്നാൽ അത് ഭാവിയെ കരുതിയുള്ള പ്ലാൻ ഇല്ലാത്ത വളർച്ചയായിരുന്നു. ദ പോസ്റ്റ് വളർന്നത് ട്രംപ് കാരണമാണ്. ട്രംപിനപ്പുറത്തേക്ക് ഫ്രെഡ് റയാൻ തന്റെ കാഴ്ചപ്പാട് വളർത്തിയില്ല. ട്രംപ് യുഗം മങ്ങാൻ തുടങ്ങിയപ്പോൾ റയാന്റെ പക്കൽ ഒരു സെക്കൻഡ് ആക്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2022ഓടെ ലക്ഷണങ്ങൾ അവഗണിക്കാൻ കഴിയാത്ത വിധം വ്യക്തമായി. കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കെ ന്യൂസ് റൂമിൽ നിന്ന് 2023 റയാൻ പടിയിറങ്ങി. പകരം വന്ന പബ്ലിഷറാണ് വിൽ ലെവിസ്. നശിക്കാൻ തുടങ്ങിയ പത്രത്തെ കുളിപ്പിച്ചു കിടത്തിയത് അദ്ദേഹമായിരുന്നു. ബ്രിട്ടനിലെ ടെലഗ്രാഫ് പത്രത്തിൽ അത്യാവശ്യത്തിന് ചീത്തപ്പേരും അഴിമതി ആരോപണങ്ങളും നേരിട്ടാണ് വിൽ ലെവിസ് അറ്റ്ലാന്റിക് കടന്ന് വാഷിംഗ്ടണിലെത്തിയത്. റൂബർട്ട് മർഡോക്കിന്റെ ടാബ്ലോയിഡ് സാമ്രാജ്യവുമായുള്ള ബന്ധവും UK-യിലെ ഫോൺ ഹാക്കിംഗ് സ്കാൻഡലിലെ വിൽ ലെവിസിന്റെ പങ്കിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും പോസ്റ്റിലെ മുതിർന്ന പത്രപ്രവർത്തകർ ഉയർത്തിയെങ്കിലും ജെഫ് ബെസോസിന് അയാളെ വിശ്വാസമായിരുന്നു. പോസ്റ്റിലെ പത്രപ്രവർത്തകർക്ക് ഇതൊരു വെറും മോശം പ്രതിച്ഛായ മാത്രമായിരുന്നില്ല, തങ്ങളുടെ മൂല്യങ്ങളോടുള്ള ചതിയായിരുന്നു. ലെവിസ് മുദ്രാവാക്യങ്ങൾ കൊണ്ടാണ് സംസാരിച്ചത്. ഫിക്സ് ഇറ്റ്, ബിൽഡ് ഇറ്റ്, സ്കെയിൽ ഇറ്റ്. സഹപ്രവർത്തകർ ജോലിയിൽ നിന്ന് പുറത്താകുന്നത് കണ്ടു നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് മുദ്രാവാക്യങ്ങൾ ആശ്വാസമായില്ല. ഉടൻ തന്നെ ലെവിസ് ന്യൂസ് റൂമിനെ തനിക്കെതിരാക്കി. കോർപ്പറേറ്റ് സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പത്രപ്രവർത്തനം വഴങ്ങരുത് എന്ന് വിശ്വസിച്ചിരുന്ന എക്സിക്യൂട്ടീവ് എഡിറ്റർ സാലി ബസ്ബിയുമായി അയാൾ നിരന്തരം തർക്കിച്ചു. സംഘർഷം മൂർച്ഛിച്ച് വിൽ ലെവിസ് എഡിറ്റർ ബസ്ബിയെ പുറത്താക്കി. പരാജയം കൊണ്ടല്ല, സ്വതന്ത്രമായ നിലപാടെടുത്തതിനാണ് സാലി ബസ്ബി പുറത്താക്കപ്പെട്ടത്. ബസ്ബി പോയതിനു ശേഷം ലണ്ടനിൽ നിന്നുള്ള തന്റെ പഴയ സഹപ്രവർത്തകൻ റോബർട്ട് വിന്നറ്റിനെ എഡിറ്ററായി നിയമിക്കാൻ ലെവിസ് ശ്രമിച്ചു. മുൻകാല റിപ്പോർട്ടിങ്ങുകളിൽ വിന്നറ്റ് നോൺ എത്തിക്കൽ ജേർണലിസം നടത്തിയിട്ടുണ്ട് എന്ന വാർത്തകളും ഇതിനിടെ പുറത്തു വന്നു. ശക്തമായ പ്രതിഷേധമുയർന്നപ്പോൾ വിന്നറ്റ് പിന്മാറി. മാനേജ്മെന്റും ന്യൂസ് റൂമും തമ്മിൽ അവശേഷിച്ചിരുന്ന ചെറിയ വിശ്വാസം പോലും പൂർണ്ണമായും തകർന്നു. ലെവിസിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന എഡിറ്റർമാർ ബെസോസിന് നേരിട്ട് കത്തെഴുതി. അദ്ദേഹം പ്രതികരിച്ചു പോലുമില്ല. വീണ്ടും നിശബ്ദത. ദ വാഷിംഗ്ടൺ പോസ്റ്റിൽ തലപ്പത്തു നിന്നുള്ള നിശബ്ദത നിഷ്പക്ഷതയല്ല, അതൊരു തീരുമാനമാണ്. പതിറ്റാണ്ടുകളായി പോസ്റ്റിന്റെ എഡിറ്റോറിയൽ ബോർഡിന് എഴുതപ്പെടാത്ത ചില നിയമങ്ങളുണ്ട്. എൻഡോഴ്സ്മെന്റുകളെക്കുറിച്ച് തർക്കങ്ങൾ നടക്കും, വാദപ്രതിവാദങ്ങൾ കഠിനമായിരിക്കും. പക്ഷേ അവസാന തീരുമാനം എല്ലായ്പ്പോഴും മാധ്യമപ്രവർത്തകരുടേതാകും. 2024 അത് മാറിമറിഞ്ഞു. ആ വർഷത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച എഡിറ്റോറിയൽ ബോർഡിന്റെ നീക്കത്തെ ജെഫ് ബെസോസ് തടഞ്ഞു. പരസ്യമായ വിശദീകരണമില്ല, എഡിറ്റോറിയൽ വാദങ്ങളില്ല, വെറുമൊരു സ്റ്റോപ്പ് ഓർഡർ. അവിടെ ജോലി ചെയ്യുന്ന പല മാധ്യമ പ്രവർത്തകരെക്കാളും പഴക്കമുള്ള ഒരു പാരമ്പര്യമാണ് അത് തകർത്തത്. അവരിനി ട്രംപിനെ സപ്പോർട്ട് ചെയ്യണം. അത് ദി പോസ്റ്റിനെ ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് അത് ശ്രദ്ധിച്ചു. വായനക്കാർക്ക് തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി തോന്നി. 2,50,000-ലധികം സബ്സ്ക്രൈബർമാർ പത്രം റദ്ദാക്കി. പത്രത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പിന്നെയും രൂക്ഷമായി. അതുകൊണ്ടും അവസാനിച്ചില്ല. ദി പോസ്റ്റിന്റെ നട്ടല്ലായ മുഖപ്രസംഗങ്ങളിൽ ജെഫ് ബെസോസ് കടന്നുകയറി. ബെസോസ് ഒപ്പീനിയൻസ് വിഭാഗത്തിനായി പുതിയ പില്ലറുകൾ അവതരിപ്പിച്ചു. വ്യക്തിസ്വാതന്ത്ര്യവും സ്വതന്ത്ര കമ്പോളവും അടങ്ങുന്ന ഫ്രീ തോട്ട്സ്. പുറമെ നോക്കിയാൽ ഇത് നിരുപദ്രവകരമാണ്, പക്ഷേ അതിന്റെ ഉള്ളിലെ സന്ദേശം വ്യക്തമാണ്. ദി പോസ്റ്റിന്റെ ചില മൂല്യങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ഇനി അവിടെ സ്ഥാനമില്ല. ഒപ്പീനിയൻ പേജുകൾ വലതുപക്ഷത്തേക്ക് ചരിഞ്ഞു. എഡിറ്റോറിയലുകൾ ട്രംപിന്റെ നയങ്ങളെ പുകഴ്ത്തി. വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഭാഷയിൽ പൊരുത്തപ്പെടാൻ കഴിയാതെ വർഷങ്ങളായി കൂടെയുണ്ടായിരുന്ന കോളമിസ്റ്റുകൾ രാജിവെച്ചു. ഒരു കാലത്ത് ആശയങ്ങളുടെ കമ്പോളമായിരുന്ന ഒപ്പീനിയൻസ് വിഭാഗം വാതിലുകൾ അടച്ചുപൂട്ടിയ ഇടനാഴിയായി മാറി. ന്യൂസ് റൂമിനുള്ളിൽ ചോദ്യങ്ങൾ മുഴങ്ങി. നമുക്ക് വാഷിംഗ്ടൺ പോസ്റ്റിൽ സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എവിടെയാണത് കഴിയുക? ദ പോസ്റ്റ് എക്കാലവും അമേരിക്കൻ പ്രസിഡന്റുമായി നേർക്കുനേർ എതിരിട്ട് നിന്നിരുന്നു. അത് നിക്സനെ തുറന്നുകാട്ടി, റീഗനെ നേരിട്ടു, ബുഷിനെ വെല്ലുവിളിച്ചു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് നിരന്തരം വിചാരണ ചെയ്തു. ട്രംപിന്റെ ആദ്യ വരവിൽ ആമസോണിന്റെ ഗവൺമെന്റ് കരാറുകൾ റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴും ജെഫ് ബെസോസ് വരെ പത്രത്തിന്റെ നയത്തോടൊപ്പം നിന്നിരുന്നു. എന്നാൽ എന്തോ മാറിപ്പോയിരിക്കുന്നു. ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വന്നപ്പോൾ ബെസോസ് ജാഗ്രതയുള്ളവനായി, ശ്രദ്ധാലുവും നിശബ്ദനുമായി. ഡൊണാൾഡ് ട്രംപിനെ അടപടലം തേച്ചൊട്ടിച്ചിരുന്ന ദി പോസ്റ്റ് റിപ്പോർട്ടർ ഹന്ന നെഡാൻസണിന്റെ വീട്ടിൽ FBI റെയ്ഡ് നടത്തി ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തപ്പോഴും ബെസോസ് ഒന്നും പറഞ്ഞില്ല. പ്രതിരോധമില്ല, രോഷമില്ല, പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പരസ്യ നിലപാടുകളില്ല. മാധ്യമപ്രവർത്തകർക്ക് ആ നിശബ്ദത ഭയപ്പെടുത്തുന്നതായിരുന്നു.
അതേസമയം തന്നെ ട്രംപിന്റെ മൂന്നാം ഭാര്യ മെലാനിയ ട്രംപിന്റെ ബയോപിക് സിനിമയുടെ ലൈസൻസിന് $40 മില്യൺ നൽകി ആമസോൺ പ്രൈം ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചു. മെലാനിയ സിനിമയുടെ പ്രമോഷനായി മറ്റൊരു $35 മില്യൺ ബെസോസ് മുടക്കി. ബെസോസ് ട്രംപ് കുടുംബത്തോടൊപ്പം അത്താഴ വിരുന്ന് കഴിച്ചതിന് പിന്നാലെയാണ് ഈ കരാർ ഒപ്പിട്ടത്. ഇതൊരു യാദൃശ്ചികതയായാലും അല്ലെങ്കിലും അമേരിക്കക്കാരുടെ കാഴ്ചപ്പാട് പ്രധാനമാണ്. പോസ്റ്റിന്റെ ന്യൂസ് റൂമിനുള്ളിൽ ജേർണലിസ്റ്റുകൾ അവർ ഏറ്റവും ഭയപ്പെടുന്ന ആ വാക്ക് മുഴങ്ങി: പ്രീണനം, അപ്പീസ്മെന്റ്. പോസ്റ്റിന്റെ പ്രശസ്തമായ മുദ്രാവാക്യം ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ്, പഴയകാലത്തിന്റെ പ്രേതമായി. ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് വളമാകും. ദി പോസ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന ജേർണലിസ്റ്റിന് ഒരു ദിവസത്തിലധികം വെറുതെ ഇരിക്കേണ്ടി വരില്ല. പോസ്റ്റിന്റെ ടോപ്പ് എഡിറ്റർമാർ പടിയിറങ്ങിയത് ദ ന്യൂയോർക്ക് ടൈംസിലേക്കാണ്. പൊളിറ്റിക്കൽ റിപ്പോർട്ടേഴ്സ് നീങ്ങിയത് ദ വാൾ സ്ട്രീറ്റ് ജേണലിലേക്ക്. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് റോഡ് മുറിച്ചു കടന്ന് ദ അറ്റ്ലാന്റിക്കിലേക്ക് പോയി. പതിറ്റാണ്ടുകളായി പോസ്റ്റിന്റെ വാർത്തകളെ നിർവചിച്ച വെറ്ററന്മാരെ CNN പോലുള്ള ടെലിവിഷൻ നെറ്റ്വർക്കുകൾ ആഗിരണം ചെയ്തു. ഇതൊരു സാധാരണ ഇൻഡസ്ട്രി ചെയണല്ല, കൂടുതൽ നല്ല അവസരം തേടിയുള്ള യാത്രയുമല്ല. ദി പോസ്റ്റ് പോലെ ആഠ്യത്വമുള്ള മറ്റേത് മാധ്യമമാണ് ലോകത്തുള്ളത്? ഇതൊരു രക്ഷപ്പെടലായിരുന്നു. പോസ്റ്റിന്റെ കിരീടത്തിലെ മുത്തുകളായിരുന്ന മുഴുവൻ വൈറ്റ് ഹൗസ് റിപ്പോർട്ടിംഗ് ടീമും ശൂന്യമാക്കപ്പെട്ടു. ഒരഴിമതി പുറത്തു വരുന്നതിന് മുൻപേ അതിന്റെ ഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന തരം ടീമുകൾ, ലീക്കുകൾക്കായി കാത്തിരിക്കാതെ അവ ഉണ്ടാക്കിയെടുക്കാൻ പ്രാവീണ്യമുള്ളവർ. ആ ടീമുകൾ ചിതറിപ്പോകുമ്പോൾ പകരം വെക്കാനില്ലാത്ത ഒന്ന് അവിടെ നഷ്ടമാകുന്നു: ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിങ്ക്റ്റ്. അവിടെ ബാക്കിയായ യുവ റിപ്പോർട്ടർമാർക്ക് അതുടൻ തന്നെ അനുഭവപ്പെട്ടു. മെന്റർമാർ ഇല്ലാതായിരിക്കുന്നു. നിയമ നടപടികളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും തങ്ങളെ എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാവുന്ന എഡിറ്റേഴ്സ് പെട്ടെന്നില്ലാതായി. പിന്നീട് അവിടെ തുടർന്ന മാധ്യമപ്രവർത്തകർ സ്വയം വിശേഷിപ്പിച്ചത് കമ്മിറ്റഡ് എന്നല്ല, പകരം ട്രാപ്ഡ്, കുടുങ്ങിപ്പോയവരെന്നാണ്. എലൈറ്റ് റിപ്പോർട്ടേഴ്സ് പത്രത്തിലേക്ക് വരുന്നത് നിർത്തിയാൽ അതിൻ്റെ സിഗ്നൽ വ്യക്തമാണ്: കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റിയ ഇടമല്ല ഇത്. റിക്രൂട്ടിംഗ് എന്നത് അസാധ്യമായി മാറി. ദി ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ വികസിക്കുമ്പോൾ എന്തിന് വിദേശ ബ്യൂറോകൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു പത്രത്തിൽ ചേരണം? മറ്റിടങ്ങളിൽ അന്തസ്സ് നിലനിൽക്കുമ്പോൾ എന്തിന് അനിശ്ചിതത്വം തിരഞ്ഞെടുക്കണം? പതുക്കെ പോസ്റ്റിന്റെ ഗ്രാവിറ്റേഷണൽ പൂൾ നിശ്ചലമായി. തകർച്ചയിലുള്ള ഓരോ സ്ഥാപനത്തിനും ഒരു പൊതു സ്വഭാവമുണ്ട്. അവർ തങ്ങളുടെ കൺവിക്ഷന് പകരം പുതിയ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കും. ദി പോസ്റ്റിൽ ഒരു തേർഡ് ന്യൂസ് റൂം പ്രഖ്യാപിക്കപ്പെട്ടു. റിപ്പോർട്ടിംഗ്, സോഷ്യൽ മീഡിയ, സർവീസ് ജേർണലിസം, പേഴ്സണാലിറ്റി ഡ്രിവൻ കണ്ടന്റ് എന്നിവയ്ക്ക് വേണ്ടി WP വെഞ്ചേഴ്സ് എന്ന് പേരിട്ട ഒരു പുതിയ ന്യൂസ് റൂം. അവിടെ നിന്ന് റവന്യൂ മാത്രം വന്നില്ല, സ്ഥാപനത്തിന്റെ ദൗത്യത്തിൽ അതെങ്ങനെ ചേരുമെന്ന് എഡിറ്റേഴ്സിന് അറിയില്ലായിരുന്നു. അതിനെ ബഹുമാനിക്കണോ അതോ ഭയപ്പെടണോ എന്ന് റിപ്പോർട്ടേഴ്സിനും അറിയില്ല. ഏറ്റവും ദയനീയമായ കാര്യം അത് എന്തിനാണ് നിലനിൽക്കുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല എന്നതാണ്. അതേസമയം എതിരാളികൾ വലിയ എക്കോസിസ്റ്റംസ് കെട്ടിപ്പടുക്കുകയായിരുന്നു. ദ ന്യൂയോർക്ക് ടൈംസ് വാർത്തകൾ മാത്രമല്ല വിറ്റത്, അവർ ശീലങ്ങൾ വിറ്റു. ഗെയിംസ്, കുക്കിംഗ്, പ്രൊഡക്റ്റ് റിവ്യൂസ്. വാർത്തകൾ വായനക്കാരെ തളർത്തുമ്പോഴും അവരെ പിടിച്ചു നിർത്തുന്ന ദൈനംദിന ആചാരങ്ങൾ. പോസ്റ്റിന് ഒരിക്കലും അതിന് തുല്യമായ ഒന്ന് കണ്ടെത്താനായില്ല. വാർത്തകൾ ബ്രേക്ക് ചെയ്യുന്നതിൽ വാഷിംഗ്ടൺ പോസ്റ്റ് മികച്ചു നിന്നു. ഒരു ബിസിനസ് എന്ന നിലയിൽ അത് ദുർബലമായി. ന്യൂസ് സൈക്കിൾസിനെ ദി പോസ്റ്റ് അമിതമായി ആശ്രയിച്ചു. ന്യൂസ് റൂമിനുള്ളിൽ മടുപ്പ് പടർന്നു. ദി പോസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവർ പരസ്പരം ചോദിക്കുന്നത് നിർത്തി. പകരം നമുക്ക് ഇനി എത്ര സമയം ബാക്കിയുണ്ട് എന്ന ചോദ്യമായി. വാഷിംഗ്ടൺ പോസ്റ്റ് പോലുള്ള സ്ഥാപനങ്ങൾ പൂർണ്ണമായും അതിൻ്റെ ഉടമസ്ഥരുടേതല്ല. അവ ഓർമ്മകളുടേതാണ്, ജനാധിപത്യത്തിൻ്റെതാണ്, മനുഷ്യഭാവനയുടേതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ തകർച്ച ലോകത്തെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റ് തോൽക്കുമ്പോൾ ജയിക്കുന്നത് ട്രംപിനെ പോലുള്ളവരാണ് എന്നോർക്കണം. ഇപ്പോൾ ഉയരുന്ന ചോദ്യം പോസ്റ്റിന്റെ അക്കൗണ്ടിൽ അവശേഷിക്കുന്ന പണത്തെക്കുറിച്ച് പോലുമല്ല, ഒരു ധാർമ്മിക ചോദ്യമാണ്. ഇത്രയും മഹത്തായ സ്ഥാപനത്തിന് താൻ ആരായിരുന്നു എന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ? താൻ എന്തിനു വേണ്ടിയാണ് നിലനിന്നിരുന്നത് എന്ന് മറന്നു പോകുന്നതിന് മുൻപായി.